അപ്പോൾ എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോളുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാനൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ അതൊരു വ്ളോഗായിട്ട് എടുക്കാം. കാരണം പിന്നീട് ആകുമ്പോഴത്തേക്കും മോള് കുറച്ചുകൂടെയൊക്കെ അറിയാനാകുമ്പോഴത്തേക്ക് വ്ളോഗ് അവൾക്ക് കാണാമല്ലോ. നമ്മ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞങ്ങൾ അച്ഛനും അമ്മയും മോൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തതെന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആളിനെ ഞാൻ റെഡിയാക്കി അംഗൻവാടിയിലേക്ക് വിട്ടിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ്സും കൊടുത്തു വിട്ടു ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാനായിട്ട്. ഹാപ്പി ആയിട്ടാണ് പോയത്. ചോക്ലേറ്റ് കൂടെ ഉള്ളത് കൊണ്ട് അതും കൊണ്ട് പോകാനായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് പോയി ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വയസ്സല്ലേ, അപ്പോൾ 3 ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ കരുതി. എനിക്ക് എൻ്റേതായ രീതിയിൽ എനിക്ക് മനസ്സിന് ഇഷ്ടം തോന്നുന്നത് അങ്ങനെ ഒരു ഇതാണ്. പിന്നീടായാലും അവൾക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള അവൾക്ക് ഓർത്തിരിക്കാനും ഇപ്പോൾ ഇത് പിന്നീട് അവളിത് കാണുമ്പോൾ തന്നെ അങ്ങനെ പിന്നീട് അവൾ കാണുമ്പോഴത്തേക്കും ഞാൻ അന്ന് എന്തൊക്കെയാണ് അവൾക്ക് വേണ്ടി ചെയ്തത് അവൾ അറിയുന്നില്ലല്ലോ. ഇപ്പം നഴ്സറിയിലിരിക്കുമല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കരുതി ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു 3 ഗിഫ്റ്റ് മേടിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, മൂന്നാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഒരു ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റും അല്ല, അവൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും 3 ഗിഫ്റ്റ് മേടിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് ഐഡിയ ഉണ്ട് എന്താ മേടിക്കേണ്ടതെന്നുള്ളത്. പക്ഷെ നമുക്ക് പോയി നോക്കാം, എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് അത് കിട്ടുമോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. One eternity later. ഫൈനലി നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയേക്കാണ്. മഴ ആയതുകൊണ്ട് തന്നെ വലിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിവേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ 3 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒത്തിരി ടൈം എടുത്തു, കാരണം വിചാരിച്ച പോലെയൊന്നും എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയൊക്കെയോ 2-3 ഷോപ്പിൽ കയറിയിട്ടാണ് സാധനം കിട്ടിയത്. അപ്പം ഞാനിവിടെ നിന്ന് പോയപ്പോൾ മണി 12 മണിയായിരുന്നു. ഇപ്പോൾ സമയം 2:30 മണിയായി. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. ഇനി 3 മണിയാകുമ്പോൾ ആളിനെ വിളിച്ചിട്ട് വരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ മേടിച്ച ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ടീഷർട്ടാണ്. ടേക്ക് മീ ബാക്ക് ടു സണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യെല്ലോ ഇടുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും എപ്പോഴും. അപ്പോൾ കുഞ്ഞിലെ മുതലേ ഒരു യെല്ലോ ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് ആളിനെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ആൾക്ക് യെല്ലോ കളറില്ല, സോ ഞാനൊരു യെല്ലോ എടുത്തു. അടുത്തത് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ആൾക്ക് ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബോർഡ്. അതായത് നമ്മുടെ സ്ലേറ്റ്, ഇപ്പോഴത്തെ സ്ലേറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ വൈറ്റ് ബോർഡും ഉണ്ട്, ബാക്കിൽ ബ്ലാക്ക് ബോർഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ചോക്ക് ഉപയോഗിക്കാം, ഇവിടെ നമ്മുടെ മാർക്കർ പെന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ലേറ്റാണ് മേടിച്ചത്. അപ്പം ഞാൻ മേടിച്ചത് ഇതേപോലെയുള്ള കുഞ്ഞ് ബുഷസാണ് മേടിച്ചത്. ആൾക്ക് എന്താണ് 2 സൈഡിൽ മുടി എപ്പോഴും കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളിപ്പോൾ എന്തായാലും അംഗൻവാടിയിൽ നിന്ന് ഞാനിപ്പോൾ വിളിച്ചിട്ട് വരുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സർപ്രൈസ് പോകും. ഞാൻ കരുതി പെട്ടെന്ന് ഇതിനെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി. എന്നിട്ട് ഗിഫ്റ്റ് റാപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് റാപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വൈകിട്ട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾ കാണാണ്ട് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വെക്കണം. ആളിനെ കൂട്ടിയിട്ട് വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ
എന്താണ് സർപ്രൈസ് നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്നത്, അത് ഗിഫ്റ്റായിട്ട്. കാരണം എല്ലാം എപ്പോഴും നമ്മൾ ഒരുമിച്ച് പോയി തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്യുക, എല്ലാം ചെയ്യാറ്. അപ്പോൾ ഇന്നലെ പോയിട്ട് അച്ഛൻ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സർപ്രൈസ് കൂടെ ഒരാൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് 22, മറ്റന്നാൾ 24 ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടൊരു ഷർട്ട് ഞാൻ മേടിച്ചു. ആൾക്ക് പക്ഷെ അത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ആ ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തു. പിന്നെ കേക്ക് കട്ടിങ് രണ്ടുപേരുടെ ഒരുമിച്ച് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നാണ് രണ്ടുപേരുടെയും കൂടെ കേക്ക് കട്ടിങ്. അപ്പോൾ അടുത്ത മഴ ഇങ്ങ് എത്തി. അപ്പോൾ ഞാൻ ഓർത്തു അതിന് മുന്നേ ഞാൻ പോയി മോളെ പോയി വിളിച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ പോയി അംഗൻവാടിയിൽ നിന്ന് അവളെ കൂട്ടിയിട്ട് വരട്ടെ. സൈക്കിളോ? സൈക്കിൾ എന്തിനാ ഇപ്പൊ കളിക്കണേ? വെള്ളം ഒഴിച്ചോ? ആരാ വെള്ളം ഒഴിച്ചേ? കുഞ്ഞിലുവോ? ആ കുഞ്ഞിലു അംഗൻവാടിയിലല്ലേ, ഇവിടെ ഇല്ലല്ലോ. ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം കേട്ടാ. പൊന്നോട്ട് ഗുഡ് ഗേൾ ആയിട്ടിരുന്നോ? ഫോട്ടോ എടുക്കണോ? എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം? പുറത്ത് ഹാപ്പി ടു യു പോയി എടുക്കണോ? പിന്നെ എടുക്കാൻ ഡ്രസ്സൊക്കെ വേറെ ഡ്രസ്സ് ഇടണ്ടേ? അത് ഈ ഡ്രസ്സ് മതിയോ? ഇത് മതിയോ? ശരി, ഓക്കെ. നമുക്കിപ്പോൾ വീട്ടിൽ പോയാലോ? വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചാലോ? ശരി, വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. ഓക്കെ. ഹായ്, ആർ യു എക്സൈറ്റഡ്? ഇന്ന് പൊന്നോട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാളു എന്ത് ചെയ്യും? അതെയോ? അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് പൊന്നൂന് കൊടുക്കുമ്പോഴോ? അപ്പോൾ വിഷമമില്ലേ നിനക്ക് ഗിഫ്റ്റ് ഇല്ല എന്നും പറഞ്ഞിട്ട്? അതെന്താ? ഓ മൈ ഗോഡ്, ആണോ? പൊന്നുവാണോ ഗിഫ്റ്റ്? എന്താ കണ്ണടയ്ക്കണോ? എന്തിനാ കണ്ണടയ്ക്കണ? എന്തിനാ അമ്മ എന്തിനാ കണ്ണടയ്ക്കുന്ന പൊന്നോ? എന്താ പൊന്നു? നല്ല മഴയാണ്. നമ്മുടെ കേക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കേക്ക് നോക്കി ഒരാൾ ഇരിപ്പുണ്ട്. എന്താ പൊന്നു? ഹാപ്പി ടു യു. ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ പൊന്നു? എന്താ ഇവിടെ നടക്കുന്നേ? പൊന്നു ഹാപ്പി ടു യു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ ഡെക്കറേഷനൊക്കെ ഇവിടെ റെഡിയായി. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഡെക്കറേഷനൊന്നുമില്ല, നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ബർത്ത്ഡേ ഗേളിനെ നിങ്ങൾക്ക് കാണണ്ടേ? എന്തി? അപ്പോൾ സമയം രാത്രി 10 മണിയായി. അപ്പോൾ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാത്തത് കൊണ്ട് ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലേ പൊന്നു? അല്ലേ പൊന്നു? എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കണേ? ആ ഹാപ്പി ടു യു കട്ട് ചെയ്യാനല്ലേ? കേക്ക് കട്ട് ചെയ്യാനല്ലേ? അപ്പം അച്ഛനിപ്പോൾ എത്താനായി. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്.
സർപ്രൈസ് ഉണ്ടല്ലോ. എന്താ പൊന്നത്? ചേച്ചി ഉണ്ടാക്കിയ കാർഡാണ്. ചേച്ചി പെട്ടെന്ന് ഉണ്ടാക്കിയ കാർഡാണ്. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു പറഞ്ഞോ? പറയൂ ചേച്ചിയോട് താങ്ക് യു. ഇനി എന്താ ഗിഫ്റ്റ് എന്താ നോക്കിയേ. അവള് നോക്കും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അടുത്തതായിട്ട് ഇനി എന്റെ വക ഒരു ഗിഫ്റ്റ് ആണ് പൊന്നുവിന്. എന്തായിരിക്കും പൊന്നു ഇതില്? എന്താണ് നോക്കിയത്? എന്താ എന്താ അത്? നോക്കട്ടെ, ഇങ്ങോട്ട് കാണിച്ച്, അച്ഛൻ കാണിച്ച്. എന്താ നോക്കട്ടെ. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? അടുത്തയാണ്. എന്താ ഇവിടെ നിന്ന് നോക്കി? ഇവിടെ ഒന്ന് നോക്കി. ഇവിടെ വെച്ച് നോക്കി. ഓപ്പൺ ചെയ്യട്ടെ. എന്താ എന്താ പൊന്നു അത്? എന്താ പേന കിട്ടിയോ? ഇതെന്താണ്? ഇതെന്താണ്? ബോർഡ്. ഇതെന്തിനാ? ബോർഡ് എന്തിനാ? അടുത്തതായിട്ട് ഇനി എന്റെ വക ഒരു ഗിഫ്റ്റ് ആണ് പൊന്നുവിന്. എന്തായിരിക്കും പൊന്നു ഇതില്? എന്താണ്? നോക്കിയത് എന്താ? നോക്കിയത് എന്താ അത്? നോക്കട്ടെ, ഇങ്ങോട്ട് കാണിച്ച്, അച്ഛൻ കാണിച്ച്. എന്താ നോക്കട്ടെ. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? അടുത്തയാണ്. എന്താ ഇവിടെ നിന്ന് നോക്കി? ഇവിടെ ഒന്ന് നോക്കി. ഇവിടെ വെച്ച് നോക്കി. ഓപ്പൺ ചെയ്യട്ടെ. എന്താ എന്താ പൊന്നു അത്? എന്താ പേന കിട്ടിയോ? ഇതെന്താണ്? ഇതെന്താണ്? ബോർഡ്. ഇതെന്തിനാ? ബോർഡ് എന്തിനാ? എന്താ എഴുതുന്ന പൊന്നു? എന്തെഴുതും? എഴുതണം. അതെനിക്ക് മനസ്സിലായി. എന്തെഴുതും? ABCD എഴുതോ? ഇഷ്ടപ്പെട്ടാ? അപ്പോൾ പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്താണ്? 3 വയസ്സായി. എന്താണ് പൊന്നുവിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ചിങ്കിടുമണിയല്ലേ? ചിങ്കിടുമണിയാണ്.
നമ്മൾ എന്താ വീട് ഉറങ്ങി പോകത്തില്ലേ നമ്മുടെ വീട്ടിലോ എന്താ പറയുന്നത് അമർത്തി വെച്ചേക്കും കിളിക്കാൻ പെട്ടി വീട്ടിലെ കിളിക്കാൻ കിളിക്കാൻ പെട്ടി പറ്റിയില്ലേ വീട്ടിലെ കിളിക്കാൻ പറ്റിയില്ലേ അവിടെ ചേച്ചി സൈലന്റ് ആണ്. എന്റെ നിങ്ങ വന്നേ പൊന്നുങ്ങ വന്നേ. ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ആണോ ഇഷ്ടായോ? അച്ഛക്കുരുപ്പെട്ടല്ലോ. ഇനി ഒരു ചെറിയ സർപ്രൈസും കൂടെ ലാസ്റ്റ് കൊടുക്കാനുണ്ട് പൊന്നുവിന്. അപ്പൊ പൊന്നുവിന്റെ ഒരു സർപ്രൈസും കൂടെ ഞാൻ എടുത്തിട്ട് വരാം. പൊന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കോ? താങ്ക് യു. നോക്ക് ഇഷ്ടപ്പെടുവോന്നറിയില്ല. കളർ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. എനിക്കെന്തോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ബ്ലൂ ജീൻസിനൊപ്പം നല്ലതായിരിക്കും. ഈ ഒരു കളർ അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. ഡാർക്കാണ് ഞാൻ നോക്കിയത് ആദ്യം, പക്ഷെ ഡാർക്കൊക്കെ ഒത്തിരി ഉണ്ട്. ഡേ ലൈറ്റിലാണ് നല്ലത്. എക്സല്ല എടുത്തത്. അപ്പൊ ഇവിടെ ഒരാള് പഠിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി. അപ്പോൾ പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ, ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻസും ഇടുക. ഓക്കെ.